എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവരാത്രി വരികയാണ്. ശിവാരാധനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശിവരാത്രി. ശിവരാത്രി ദിനത്തിൽ ശിവനെ ആത്മാർത്ഥമായി ആരാധിക്കുന്നത് ഒരു ആ വ്യക്തിക്ക് പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിനും അവരുടെ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തനാകുന്നതിനും കാരണമാകും എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. സ്ത്രീകൾക്ക് ശിവരാത്രി പ്രത്യേകിച്ചും ശുഭകരമായി കണക്കാക്കുന്നു. വിവാഹിതരായ സ്ത്രീകളൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവിവാഹിതരായ സ്ത്രീകൾ ശിവഭഗവാനെ പോലെയുള്ള ഒരു ഉത്തമനായ ഭർത്താവിനെ തങ്ങൾക്ക് ലഭിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാൻ ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് സമർപ്പിച്ചാൽ ഉടനടി ഫലം ലഭിക്കുന്ന കുറച്ച് വഴിപാടുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സർവ്വഗ്രഹങ്ങളുടെയും അതുപോലെ നക്ഷത്രങ്ങളുടെയും ഒക്കെ നാഥനാണ് ഭഗവാൻ പരമശിവൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പരമശിവനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നാണ് എല്ലാ ഭക്തജനങ്ങളും വിശ്വസിക്കുന്നത്. ഈ സവിശേഷമായി ശനി, സൂര്യൻ, രാഹു, അതുപോലെ ബലമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെയൊക്കെ ദശാപഹാര കാലങ്ങളിൽ പതിവായി ശിവഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ അവർക്ക് ജാതകപരമായി എത്ര കടുത്ത ദോഷങ്ങൾ ജാതകത്തിലുണ്ടെങ്കിലും അതൊക്കെ അവരെ വിട്ട് അകന്നു പോകുന്നതാണ്. അതുപോലെ പൊതുവെ ദശാസന്ധി കാലങ്ങൾ ദോഷകരമാണ്. ഒരു ദശ തീർന്നിട്ട് അടുത്ത ദശ തുടങ്ങുന്ന ആ ഒരു സമയമാണ് ദശാസന്ധി എന്ന് പറയുന്നത്. ആ ദശാസന്ധി ദോഷകരമാണ്. അതിന് പരിഹാരമായി മൃത്യുഞ്ജയ ഹോമം ആണ് ആചാര്യന്മാരൊക്കെ പറയാറുള്ളത്. അതുപോലെ എന്തെങ്കിലും ആഭിചാര ദോഷമുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ അപസ്മാര ബാധയൊക്കെ ഉള്ളവരാണെങ്കിലോ ദുഷ്ടഗ്രഹങ്ങളുടെയൊക്കെ ബാധയുള്ളവരാണെങ്കിലോ അവയിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിന് ശിവക്ഷേത്രത്തിൽ അഘോര ഹോമം നടത്തണം. അതുപോലെ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയുണ്ട്. ആ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരം ദോഷശാന്തിക്കൊക്കെ വളരെയധികം ഗുണകരമാണ്. അതുപോലെ ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളത്തില. കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് ശിവഭഗവാന്റെ പ്രീതി സമ്പാദിക്കുന്നതിന് ഏറ്റവും എളുപ്പ മാർഗമാണ്. ഒരു ഞെട്ടിൽ തന്നെ 3 ഇലകളോട് കൂടിയ കൂവളത്തില ശിവഭഗവാന്റെ 3 നേത്രങ്ങൾക്ക് തുല്യമാണ് എന്നാണ് കരുതുന്നത്. ഇത് 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമോ ഒക്കെ ഈ ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തിയാൽ ഭയം, ആപത്ത് മുതലായവയൊക്കെ അകന്നു പോകുന്നതാണ്. എന്തെങ്കിലും ഭയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വഴിപാട് നടത്തുന്നത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പ്രദോഷവ്രതം, തിങ്കളാഴ്ച വ്രതം എന്നീ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും അല്ലെങ്കിൽ ദാമ്പത്യപരമായും ഉള്ള ദോഷങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ കുടുംബ ഐശ്വര്യത്തിനും ദമ്പതികൾ തമ്മിലുള്ള ദാമ്പത്തിക സൗഖ്യത്തിനും അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമംഗല്യ സിദ്ധി ലഭിക്കുന്നതിനും ഒക്കെ തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ ശനിദശയൊക്കെ നടക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ 7.5 ശനി ഒക്കെ ഇപ്പോൾ നടക്കുന്നവരോ അല്ലെങ്കിൽ കണ്ടക ശനിദശയൊക്കെ നടക്കുന്നവരോ ഇങ്ങനെയൊക്കെ ഉള്ളവർ പതിവായി എല്ലാ ശനിയാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തിയാൽ അവർക്ക് അതിൽ നിന്നുള്ള ദോഷശാന്തി ഉണ്ടാകുന്നതാണ്. അതുപോലെ നീല ശംഖുപുഷ്പം കൊണ്ട് ഭഗവാനെ അർച്ചന നടത്തുന്നത് ഇതുപോലെ 7.5 ശനി, കണ്ടകശനി, ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ അകലുന്നതിന് വളരെയധികം ഗുണപ്രദമാണ്. ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര വഴിപാട്. ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും. ഇതിന് ധാരാകീടാരം എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാറുള്ളതാണ്. ഇങ്ങനെ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത്.
ധാര ശുദ്ധജലം കൊണ്ട് ധാര വഴിപാട് കഴിക്കാം. അതുപോലെ കരിക്ക് കൊണ്ടുള്ള കരിക്ക് ധാര വഴിപാടിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗംഗ ശിവൻ്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര വഴിപാട് നടത്തുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഈ ധാരാതീർത്ഥം ഗംഗാജലമൻ ആണെന്നാണ് സങ്കല്പിച്ചു പോരുന്നത്. അതുപോലെ ഈ ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് വളരെയധികം ഗുണകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ശിവൻ ഭഗവാന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ധാര ചെയ്യുന്നത് എന്ന മറ്റൊരു വിശ്വാസവും ഉണ്ട്. അതുപോലെ കുടുംബപരമായി ശിവഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ധാര വഴിപാട് കഴിക്കുന്നത് മൂലം വളരെയധികം ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുപോലെ ശിവഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു വഴിപാടാണ് അഭിഷേകം. അത് പാലഭിഷേകമാകാം, ഇളനീർ അഭിഷേകമുണ്ട്, നെയ്യഭിഷേകമുണ്ട്, എണ്ണ കൊണ്ട് അഭിഷേകമുണ്ട്, ഭസ്മം കൊണ്ട് അഭിഷേകമുണ്ട്, പനിനീര് കൊണ്ട് അഭിഷേകമുണ്ട്. ശിവന് അഭിഷേകം ചെയ്ത പാല്, ഇളനീര് എന്നിവ പ്രഭാതത്തിൽ കഴിച്ചാൽ ഉദരരോഗങ്ങൾ ശമിക്കും എന്ന് വിശ്വസിക്കുന്നു. പാൽ അഭിഷേകം ചെയ്താൽ സന്താനഭാഗ്യം ലഭിക്കും എന്നതാണ്. അതുപോലെ ഇളനീര് അഭിഷേകം ചെയ്താൽ മനസ്സുഖമില്ലാത്തവർക്കാണെങ്കിൽ മനസ്സുഖമൊക്കെ ലഭിക്കുന്നതാണ്. അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ചാൽ വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ബുദ്ധിഭ്രമമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ബുദ്ധിഭ്രമമൊക്കെ അകലുകയും ചെയ്യുന്നതാണ്. അപസ്മാര രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് ശിവഭഗവാനെ അഭിഷേകം ചെയ്ത നെയ്യ് സേവിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ ഭഗവാനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ അവർക്ക് രോഗശാന്തി തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അതുപോലെ ശരീര സൗഖ്യം ലഭിക്കുന്നതിന് ഭഗവാന് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യേണ്ടതാണ്. നമ്മുടെ മുജ്ജന്മ പാപങ്ങളിൽ നിന്നും ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കുന്നതിന് ഭസ്മം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നതിന് ഒരു പ്രത്യേകം പ്രാധാന്യമുണ്ട്. ശ്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കിനെയാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. ഇത് പാർവതി ദേവിയാണെന്നാണ് സങ്കല്പം. പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്തിക സൗഖ്യമുണ്ടാകുന്നതാണ്. അതുപോലെ പ്രണയ സാഫല്യം ഒക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പിൻവിളക്ക് കത്തിക്കുന്നത് വഴി ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനത്തിൻ്റെയൊക്കെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതീദേവിക്ക് പിൻവിളക്ക് വഴിപാട് കൂടി സമർപ്പിക്കേണ്ടതാണ്. 21 ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും അതുപോലെ ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഒക്കെ ഈ വളരെയധികം കാലമായിട്ട് വിവാഹമൊക്കെ നടക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ വിവാഹ തടസ്സം ഒക്കെ മാറുന്നതിന് നല്ലതാണ്. അതുപോലെ ദാമ്പത്തിക ബന്ധത്തിലൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ്. അവരുടെ ബന്ധത്തിലുള്ള പൊരുത്തക്കേടുകളൊക്കെ മാറി കിട്ടുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾക്ക് കഴിയുന്നത് പോലെയൊക്കെ ചെയ്താൽ ഉടനടി ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പാണ്. ഇനി ശിവക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിലെ ദ്വാരപാലകന്മാരെ നോക്കി തൊഴുതു വേണം, അവരോട് അനുവാദം മേടിച്ചു വേണം അകത്ത് കയറാൻ. അകത്തെത്തിയാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദികേശനെയാണ്. അതിന് ശേഷം വേണം ഭഗവാനെ തൊഴേണ്ടത്. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.